നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഏറെക്കാലമായി നടനും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ വിജയും ഭാര്യ സംഗീത സ്വർണലിംഗവും തമ്മിലെ ബന്ധം അത്ര രസത്തിലല്ല എന്ന തരത്തിൽ സോഷ്യൽ മീഡിയ സജീവ ചർച്ചയിലായിരുന്നു. വിജയ്ക്ക് അദ്ദേഹത്തോടൊപ്പം വളരെ വർഷങ്ങളായി അഭിനയിക്കുന്ന നായക നടിയുമായി അടുപ്പമുണ്ട് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ടാണ് സംഗീത വിവാഹമോചന ഹർജി പിൻവലിച്ചിരിക്കുന്ന വാർത്ത പുറത്തുവന്നത്. വിജയിൽ നിന്ന് അകന്ന് ലണ്ടനിൽ താമസിക്കുകയായിരുന്ന സംഗീത ചെന്നൈ നീലങ്കരയിലെ വീട്ടിലേക്ക് തിരിച്ചെത്തിയതായും വിജയുടെ അമ്മയാണ് പ്രശ്നപരിഹാരത്തിന് മുൻകൈയെടുത്തത് എന്നും വാർത്തകളുണ്ട്. ആ ഒരു കോടതി വാർത്ത പുറത്തു വന്നതു മുതൽ ആരാധകർ കൂട്ടത്തോടെ തൃഷ കൃഷ്ണയുടെ സോഷ്യൽ മീഡിയ പേജിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കാരണം തൃഷ വിജയ് ബന്ധത്തെക്കുറിച്ച് ചർച്ചയാവുന്ന വിധം പല പോസ്റ്റുകളും അടിക്കടി അവിടെ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇപ്പോഴിതാ തൃഷ കൃഷ്ണന്റെ പുതിയൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് സമൂഹമാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായി മാറുകയാണ്. ഞാൻ ഏകദേശം 32 മിനിറ്റ് നേരത്തേക്ക് നല്ല കമ്പനിയായിരിക്കും, അതിനുശേഷം എനിക്ക് വീട്ടിൽ പോകാൻ തോന്നും എന്നെഴുതിയ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി പങ്കുവെച്ചുകൊണ്ട് തൃഷ അതിൽ ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ഒത്തുചേരലുകളിൽ ഞാനും ഇങ്ങനെയാണ് എന്ന് കുറിച്ചു. ഈ പോസ്റ്റ് വളരെ രസകരമാണെങ്കിലും പലരും മനസ്സിലൊതുക്കുന്ന എന്നാൽ നിശബ്ദമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാനസിക അവസ്ഥയെക്കുറിച്ചാണ് ഇത് സംസാരിക്കുന്നത്. അതായത് സ്വന്തം മാനസിക പരിധികളെ മാനിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറ്റബോധം. മനഃശാസ്ത്രജ്ഞയും റിലേഷൻഷിപ്പ് കോച്ചുമായ ദൽന രാജേഷ് പറയുന്നതനുസരിച്ച് ചില സമയങ്ങളിൽ ആളുകൾ തളർന്നു പോകുന്നത് അവർക്ക് മറ്റുള്ളവരെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല, മറിച്ച് അവർ നിരന്തരം സ്വയം ബുദ്ധിമുട്ടിക്കാൻ ശീലിച്ചതുകൊണ്ടാണ്. വിജയ് തൃഷയെ ചതിച്ചുവെന്നും ഇത്ര വർഷം തൃഷ വിജയ്ക്കായി കാത്തിരുന്നുവെന്നും ആരാധകർ പറയുന്നു. തൃഷ ഇനി എന്ത് ചെയ്യുമെന്നാണ് ആരാധകരിൽ അധികവും ചോദിക്കുന്നത്. അണ്ണി വിഷമിക്കേണ്ട, അണ്ണിക്ക് ഞങ്ങളുണ്ടെന്നും കമന്റുകൾ നീളുന്നുണ്ട്. തൃഷയെ ട്രോളിയും പിന്തുണച്ചുമൊക്കെ നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത്. സംഗീത വിവാഹമോചന കേസ് പിൻവലിച്ചു എന്ന വാർത്ത വന്നതോടെ ഏറെ നാളായി തമിഴ്നാട് രാഷ്ട്രീയത്തിലും സിനിമാ ലോകത്തും വൻ ചർച്ചയായിരുന്ന കേസിന് തൽക്കാലം വിരാമമായി. എന്നാൽ ഈ സംഭവ വികാസങ്ങൾക്ക് പിന്നാലെ തമിഴ് നടി തൃഷ കൃഷ്ണന്റെ പഴയ സമൂഹമാധ്യമ പോസ്റ്റുകൾ വീണ്ടും ഇന്റർനെറ്റിൽ വ്യാപകമായി പ്രചരിക്കാൻ തുടങ്ങി. തൃഷയുടെ ജൂലൈ മാസത്തെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വീണ്ടും വൈറലായി. ഡാർക്ക് ബ്രൗൺ വസ്ത്രം ധരിച്ച ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് ആകുലപ്പെടാതെ ഇരിക്കുക, പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുക എന്ന് തൃഷ കുറിച്ചിരുന്നു. ഈ പോസ്റ്റിന് താഴെ നിരവധി ആരാധകരാണ് കമന്റുകളുമായി എത്തിയത്. കൂടാതെ ജൂണിൽ വിജയുടെ ജന്മദിനത്തിൽ തൃഷ പങ്കുവച്ച ആശംസാ പോസ്റ്റും ചിത്രങ്ങളും ആരാധകർ വീണ്ടും ചർച്ചയാക്കുന്നുണ്ട്. കേസ് പിൻവലിച്ചെങ്കിലും വിജയും സംഗീതയും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും പുനഃസ്ഥാപിക്കപ്പെട്ടോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നുമില്ല. അതേസമയം വിജയുടെ അമ്മ ശോഭാ ചന്ദ്രശേഖർ ഇടപെട്ടതിനാലാണ് സംഗീത നിയമപരമായി നീങ്ങാതെ കേസ് പിൻവലിച്ചത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പ്രചരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് സംഗീത വിവാഹമോചന ഹർജി ചെങ്കൽപ്പേട്ട് കോടതിയിൽ ഫയൽ ചെയ്തത്. വിജയ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നോ മുഖ്യമന്ത്രിയാകുമെന്നോ കരുതി കാണില്ല എന്നും എല്ലാം വിപരീതമായി സംഭവിച്ചപ്പോൾ മനസ്സുമാറി സംഗീത തിരികെ വന്നതാകുമെന്നും കുറിച്ചവരുണ്ട്. ഇതൊക്കെ ഒരു ഡ്രാമയാണ്. ഇലക്ഷന് കഴിയും വരെ അണ്ണനിപ്പോ മുഖ്യനല്ലേ? മുഖ്യന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്താ ചെറിയ കാര്യമാണോ? കേസ് പിൻവലിക്കുന്നത് ജോയിന്റ് പെറ്റീഷൻ രണ്ടുപേരും ചേർന്ന് നൽകുന്നതിന് ആയിക്കൂടെ? എങ്കിൽ പരസ്പരം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പബ്ലിക് ഡൊമൈനിൽ വരില്ല. ഒരുമിച്ച് ചേർന്ന് പോകാൻ കഴിയാത്തതുകൊണ്ട് വേർപിരിയുന്നു എന്ന് മാത്രമേ അപേക്ഷയിൽ നൽകേണ്ടതുള്ളൂ. പരസ്പരം ചെളിവാരി എറിയേണ്ട ആവശ്യമില്ല. അങ്ങനെയും ആകാം. വിജയ്ക്ക് സംസ്ഥാനം ഭരിക്കുന്ന പദവി കിട്ടിയപ്പോൾ ഭാര്യയ്ക്കും പോവേണ്ടെന്നായി. പേരുമാറ്റിയ മകനും പോകണ്ട എന്നിങ്ങനെയും കമന്റുകളുണ്ട്. സംഗീതയുമായി പുറത്തുവെച്ച് സെറ്റിൽമെന്റ് നടത്താൻ വിജയ് തീരുമാനിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ലണ്ടനിൽ നിന്നും വീഡിയോ കോൾ വഴിയാണ് സംഗീത കോടതിയിൽ തന്റെ ഭാഗം അവതരിപ്പിച്ചത്. എന്നാൽ വിവാഹമോചനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിൽ ഒന്നും വിജയ് എവിടെയും പ്രതികരിച്ചിട്ടില്ല. തനിക്ക് ചുറ്റും ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്നും താൻ തന്നെ അത് കൈകാര്യം ചെയ്യുമെന്നും മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു വിജയ്. തമിഴ്നാട് മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിയ ശേഷം സംസ്ഥാനത്തിന്റെയും ജനങ്ങളുടെയും ക്ഷേമ പ്രവർത്തനങ്ങളിൽ മാത്രമായി വിജയുടെ ശ്രദ്ധ. അതേസമയം കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന മണ്ഡല പുനർനിർണയത്തിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് എത്തിയിരുന്നു. അദ്ദേഹം തമിഴ്നാട് നിയമസഭയിൽ ഇതിനെതിരെ പ്രമേയം അവതരിപ്പിച്ചിരുന്നു. മണ്ഡല പുനർനിർണയ ബില്ലിനെ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് വിജയ് വ്യക്തമാക്കി. നിലവിലുള്ള അത്ര തന്നെ സീറ്റ് ലോക്സഭയിൽ നിലനിർത്തണമെന്നും വിജയ് പ്രമേയത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ജനസംഖ്യ അടിസ്ഥാനമാക്കിയാണ് പുതിയ മണ്ഡല പുനർനിർണയം വരുന്നതെന്നും ഉത്തരേന്ത്യയേക്കാൾ ജനസംഖ്യാ നിയന്ത്രണം വിജയകരമാണ് ദക്ഷിണേന്ത്യയിൽ. അതുകൊണ്ട് തന്നെ ജനസംഖ്യ അടിസ്ഥാനമാക്കി മണ്ഡലങ്ങളുടെ എണ്ണം തീരുമാനിച്ചാൽ പാർലമെന്റിൽ ദക്ഷിണേന്ത്യയുടെ പ്രതിനിധ്യം കുറയും.
ഇതാണ് വിജയ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. വിജയ് മുന്നോട്ട് വെച്ച 3 ആവശ്യങ്ങൾ ഇവയായിരുന്നു. ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം 850 ആക്കി ഉയർത്താൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതിൽ നിന്ന് 33% വനിതകൾക്ക് സംവരണം നടപ്പാക്കുമെന്നുമാണ് സർക്കാർ പറഞ്ഞത്. സംവരണത്തിന് വേണ്ടി മൊത്തം അംഗങ്ങളുടെ എണ്ണം കൂട്ടേണ്ടതില്ല എന്ന് വിജയ് പറയുന്നു. നിലവിൽ സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ച ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൽ മാറ്റം വരുത്തരുത് എന്നാണ് വിജയ് പ്രമേയത്തിൽ ഉന്നയിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം. തമിഴ്നാട്ടിൽ 39 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. ഉത്തരേന്ത്യയിൽ ജനസംഖ്യയിൽ വലിയ മുന്നേറ്റം വന്നിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിൽ കുറയുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ അംഗങ്ങൾ ലോക്സഭയിൽ എത്താനാണ് വഴിയൊരുക്കുന്നത്. ഇത് പാടില്ല എന്ന് വിജയ് ആവശ്യപ്പെടുന്നു. ജനസംഖ്യാ നിയന്ത്രണം ഭംഗിയായി നടപ്പാക്കിയ സംസ്ഥാനങ്ങളെ ശിക്ഷിക്കരുത് എന്ന് തമിഴ്നാട് ആവശ്യപ്പെടുന്നു. ജനസംഖ്യ കുറവുള്ള സംസ്ഥാനങ്ങളിൽ അംഗങ്ങളുടെ എണ്ണം കുറയുകയും ജനസംഖ്യ കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം കൂടുതലും ആകുന്നത് പാർലമെന്റിൽ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം താളം തെറ്റിക്കുമെന്നാണ് ആശങ്ക. വനിതാ സംവരണത്തെ വിജയ് എതിർക്കുന്നില്ല. അതിനുവേണ്ടി മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതാണ് വിജയ് എതിർക്കുന്നത്. നിലവിലുള്ള ലോക്സഭാ അംഗങ്ങളിൽ 33% വനിതാ സംവരണം നടപ്പാക്കണമെന്നാണ് വിജയ് ആവശ്യപ്പെടുന്ന മൂന്നാമത്തെ കാര്യം. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 33% സീറ്റുകളിൽ വനിതകൾക്ക് സംവരണം നൽകണമെന്നും പ്രമേയത്തിൽ ആവശ്യമുണ്ട്. നിയമസഭകളിലും ഇതേ മാതൃക തുടരണമെന്നും വിജയ് ആവശ്യപ്പെട്ടു. അടുത്തിടെ തൃശയെ ഉന്നം വെച്ച് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ നടത്തിയ ദ്വയാർത്ഥ പ്രയോഗം വലിയ രാഷ്ട്രീയ കോളിളക്കം തന്നെ സൃഷ്ടിച്ചിരുന്നു. അതിന് പിന്നാലെ തൃശയെ വീണ്ടും രാഷ്ട്രീയ വിവാദത്തിലേക്ക് വലിച്ചിട്ടിരിക്കുന്നത് AIADMK നേതാവാണ്. തൃശ എപ്പോഴാണ് തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയാകുന്നത് എന്നാണ് മുതിർന്ന AIADMK നേതാവ് RB ഉദയകുമാറിന്റെ ചോദ്യം. ഓഗസ്റ്റ് 8 തൂത്തുക്കുടിയിൽ വെച്ച് നടന്ന ജയലളിത പേരവൈ എന്ന പാർട്ടി പരിപാടിയിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് മുഖ്യമന്ത്രി വിജയെ പരിഹസിച്ചുകൊണ്ടുള്ള ഉദയകുമാറിന്റെ പരാമർശം. അതിനിടെ ഉദയകുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ തൃശ ആരാധകർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. തൃശ ഫാൻസ് അസോസിയേഷൻ ഉദയകുമാറിനെതിരെ മധുരയിൽ പോസ്റ്ററുകൾ പതിച്ച് പ്രതിഷേധിച്ചു. വിജയ് മുഖ്യമന്ത്രിയായതിനു ശേഷം പലതവണയാണ് തൃശയ്ക്കെതിരെ രാഷ്ട്രീയ എതിരാളികൾ തിരിഞ്ഞിട്ടുള്ളത്. തൃശയും വിജയും തമ്മിൽ പ്രണയത്തിലാണെന്ന വാർത്തകൾ പ്രചരിച്ചതിന് പിന്നാലെയാണിത്. കാവേരി വിഷയത്തിൽ വിമർശനം ഉന്നയിക്കവേ ഉദയനിധി സ്റ്റാലിൻ തൃശയെയും വിജയെയും ഉന്നമിട്ട് നടത്തിയ അധിക്ഷേപ പരാമർശം വലിയ വിവാദമാവുകയും പിന്നാലെ ഉദയനിധി സ്റ്റാലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായിരുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.